എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ സിക്കിം മേഘാലയ യാത്രയിൽ നമ്മൾ മേഘാലയൊക്കെ കറങ്ങിയിട്ടത് തിരിച്ച് വെസ്റ്റ് ബംഗാളിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ നമ്മുടെ പ്ലാൻ ഇല്ലാത്തൊരു സ്ഥലത്തോടെ പോയായിരുന്നു. ഭൂട്ടാൻ. അതെ, ഭൂട്ടാൻ എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞിക്കിളി? നല്ലായിരുന്നോ? ഇനി നമ്മുടെ യാത്ര എങ്ങോട്ടാ? സിക്കിമിലേക്ക്. അതിന് നമുക്ക് വെസ്റ്റ് ബംഗാളൊക്കെ കുറച്ചൊന്ന് കറങ്ങിയാണ്. അതെ, ബംഗാൾ ഇതുവരെ നമ്മൾ വന്നിട്ട് അധികം കറങ്ങിയില്ലായിരുന്നു. ഹൈവേ കൂടെ ഇങ്ങനെ അങ്ങ് പോകുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ബംഗാൾ വഴിയൊക്കെ ഒന്ന് കറങ്ങിപ്പോവാം. ഇപ്പോഴേ രാവിലെ വല്ലതും കഴിക്കണ്ടേ? കഴിക്കണം. ഇന്ന് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റില് ഇല്ല. അപ്പോഴേ കുറേ ദിവസമല്ലേ നമ്മൾ കടയിൽ നിന്ന് കഴിച്ചിട്ട്. നമുക്കെന്നാ ഇവിടുന്ന് കടയിൽ നിന്ന് കഴിക്കാം. കടയുണ്ട് അല്ലേ? കടയിലെ മതിയല്ലോ. വയറുവേദന എടുക്കാനായിട്ട് കേരളത്തിൽ ചെണ്ട പോരെ. കുഞ്ഞിക്കിലേക്ക് ഇവിടുത്തെ ഫുഡൊന്നും പിടിക്കുന്നില്ല, പക്ഷെ ഒരു നല്ല ഫുഡ് കിട്ടും. അല്ലേ ഉണ്ട്. ഇന്ന് നമുക്ക് ഏതെങ്കിലും കടയിൽ കയറാം. ഇന്നലെ പിന്നെ കടയിൽ നിന്നല്ലേ കഴിച്ചേ? ഇന്നലെ ഭൂട്ടാനിൽ കയറിയിട്ട് കഴിച്ചായിരുന്നല്ലേ? ഭൂട്ടാനിൽ അയൽ രാജ്യത്ത് പോയോണ്ടായിരിക്കും, അത് മറന്നുപോയി. കടയിൽ നിന്ന് കഴിക്കുന്നത് ഞാൻ ഓർത്തിരിക്കും. സ്പെഷ്യലായിട്ട് ഓർത്തിരിക്കും. എനിക്ക് വീട്ടിലെ ഹോംലി ഫുഡേ പിടിക്കുള്ളൂ. അതെ, അതുകൊണ്ട് ഓർത്തിരിക്കും. പക്ഷെ ഇന്ന് രാവിലെ ഒന്നുമില്ല, കടുങ്കാപ്പി പോലും വെച്ചില്ല. കടുങ്കാപ്പി എങ്കിലും വെക്കാമായിരുന്നു. ഞാൻ ആദ്യം ചെറുതായിട്ടൊന്ന് ചോദിച്ചു കടുങ്കാപ്പി വേണമെന്ന്. അപ്പോൾ പറഞ്ഞു എടാ നമുക്ക് കടയിൽ നിന്ന് ചായ കുടിക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ വഴിക്ക് പോയില്ല. അല്ല, ഇവിടെ ഞാൻ നോക്കിയപ്പോഴേ ലോറിയിൽ ഒരു കട സെറ്റ് ചെയ്ത് വെച്ചു. സാധാരണ ബസ്സിലൊക്കെ കണ്ടിട്ടുണ്ട്, ലോറിയല്ല. എന്നാ പിന്നെ നമുക്ക് അതേ അവിടെ നിന്ന് ചായ കുടിക്കാന്ന് ഓർത്തു. അതെന്നാ ലോറിയിലുള്ള കട കണ്ടോണ്ടാണോ കഴിക്കാന്ന് വെച്ചേ? ലോറി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ? വാ, ചെറിയൊരു കടയാ. ഇവിടെ റൊട്ടിയും സബ്ജിയും ഉണ്ട്. പോരെ? അത് മതി. നമ്മുടെ ടാറ്റയുടെ എസി ലോറിയാ. കുഞ്ഞിക്കിളി അവിടെ നിന്ന് കണ്ടപ്പോൾ എന്നോട് പറയണേ ഇതിന് ടയർ ഇല്ലല്ലോ എന്ന്. അത് അച്ഛൻ എന്നോട് പറയണേ ബാക്കിൽ സിംഗിൾ ടയർ ഉള്ളത്. ഞാൻ പറഞ്ഞു നിർത്തിയിട്ടേക്കുന്ന വണ്ടിക്ക് എന്തിനാ 2 ടയറോ? ബൈക്കിൽ ഡബിൾ ടയറായിരുന്നു അതിനെ, അതൊക്കെ അഴിച്ച് മാറ്റിയതാ. ഇതല്ലേ വണ്ടി പഴയ വണ്ടിയാണെന്നുള്ളേ ഉള്ളൂ, ബാക്കിയെല്ലാം സംഭവം ഉണ്ട് അല്ലേ. അവിടെ ഇരുന്ന് ചായ കുടിക്കാവുന്ന ഒരു സെറ്റപ്പ് ഒക്കെ വേണ്ടിയായിരുന്നു. അതിനുള്ള ഇടയില്ലല്ലോ, ചെറിയ ക്യാബിനല്ലേ. അപ്പോൾ ഉള്ള ഇടയിൽ ഇരിക്കുക. ഇപ്പം അപ്പോൾ ഇവിടെ ചപ്പാത്തിയും കിഴങ്ങേറിയാണ് ഉള്ളത്. അപ്പം ബാക്കിയുള്ളവർക്ക് ഇതേ ചൂടെ വേറെ ഉണ്ടാക്കുന്നു. അതെ, ഇതൊരു ചെറിയ കടയല്ലേ, അതുകൊണ്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ജൽദാപാര നാഷണൽ പാർക്കിന്റെ ഭാഗം ഇതെല്ലാം. അതെല്ലാം ആനയുള്ള സ്ഥലങ്ങളാണ്. ഫെൻസിങ് ഇട്ടിട്ടുണ്ട് അല്ലേ? ഇലക്ട്രിക് ഫെൻസിങ്. പുത്തേ ട്രാവലിന്റെ സിക്കിം മേഘാലയ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ നമുക്കിന്ന് ബംഗാളിലെ ജൽദാപാര നാഷണൽ പാർക്കിനുള്ളിലൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇവിടെയൊക്കെ ആനകൾ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ്. ഇവിടെ ആനയുണ്ട്, കടുവ ഉണ്ട്, മാനുണ്ട്, പിന്നെ നമ്മുടെ ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗമുണ്ട്. കാസിരംഗ നാഷണൽ പാർക്കിൽ അന്ന് നമ്മൾ പോയപ്പം ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗത്തിനെ ഉണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇവിടെ ഈ വനത്തിൽ കണ്ടോ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ അവിടുത്തെ വനം പോലെ തന്നെ. കസിമാരെന്ന് നമ്മള് സോനാപൂര് പോകുന്ന റൂട്ടായത്. അടിപൊളി റൂട്ടാ, വാനത്തിൽ കൂടെ തന്നെയുള്ള ഒരു യാത്ര. ജൽദാപാര നാഷണൽ പാർക്ക് ഡിവിഷൻ 3 അതല്ലേ കാണ്ടാമൃഗത്തിന്റെ പടമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അവിടെ തന്നെ എഴുതിയേക്കുന്നതെന്ന് നോക്കിയേ. അവിടെ വൈൽഡ് ആനിമൽസിന് ഫുഡ് കൊടുക്കാൻ പാടില്ല, പിന്നെ അകത്തോട്ട് കയറാൻ പാടില്ല വിത്തൗട്ട് പെർമിഷൻ. അത് അങ്ങനെയുള്ളായിരുന്നു. പിന്നെ അകത്ത് കയറി ഫോട്ടോ എടുക്കാനൊന്നും പാടില്ല. എന്നുവെച്ചാൽ അതുവഴി നേരെ ഗാർഡന്റെ അകത്തോട്ട് പോകുന്ന വഴിയാ. പിന്നെ മൃഗങ്ങൾക്ക് ഫുഡൊന്നും കൊടുക്കരുത്. ഇവിടെ നമ്മള് ഫോറസ്റ്റിനകത്ത് വെളിയിൽ കിടന്നു. അപ്പം ഇവിടെ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. എലിഫന്റ് സഫാരി ഉണ്ട്, ജീപ്പ് സഫാരി ഉണ്ട്, പിന്നെ ട്രൈബൽ ഡാൻസ്, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം എലിഫന്റ് സഫാരിയൊക്കെ നേരത്തെ തുടങ്ങും, രാവിലെ 5:30 തൊട്ടുള്ള പരിപാടിയുണ്ട്. പക്ഷെ ഇന്ന് ഇതെല്ലാം ക്ലോസ് ആണ്. ആഴ്ച ഒരു ദിവസം അവധിയാണ്. പക്ഷെ ഇന്ന് വർക്കിംഗ് ഡേ എന്നിട്ടുണ്ടാണോ? അറിയില്ല. 1000 രൂപ എലിഫന്റ് സഫാരിക്ക് ഒരാൾക്ക് 1000 രൂപ, പെർ ഹെഡ് ചാർജ് 1000 രൂപ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ടൂറിസ്റ്റ് എൻട്രി ഫീ ഒക്കെ വരുന്നുണ്ട്. അത് ചുമ്മാ നടക്കുന്നതിൻ്റെ പരിപാടികൾക്കൊക്കെ ആയിരിക്കും. പിന്നെ ട്രൈബൽ ഡാൻസിനൊക്കെ 50 രൂപ പെർ ഹെഡ് വരുന്നത്. അങ്ങനെ പിന്നെ ജീപ്പ് സഫാരി ഉണ്ട്. ജീപ്പ് സഫാരി ഒരു വണ്ടിക്ക് 1500 രൂപയുടെ ചാർജാണ് വരുന്നത്. ജീപ്പ് സഫാരി 5:30 തന്നെ രാവിലെ പോയാൽ ചിലപ്പം മൃഗങ്ങളെ കാണാതിരിക്കും. ജീപ്പ് സഫാരി 5:30 ഉണ്ട്. അല്ലാണ്ട് എലിഫന്റ് സഫാരി 6:30 ഉണ്ട്. ആദ്യത്തെ ട്രിപ്പ് 6:00, പിന്നെ 7, പിന്നെ 8:30, ഈ 3 സമയത്തുള്ള രാവിലെ. ഈ 6:30 പോയാലും ഇഷ്ടംപോലെ ആനകളെയൊക്കെ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് കോഡൽ ബസ്തി റേഞ്ച് ജൽദാപാര നാഷണൽ പാർക്ക്. ഇവിടെ വന്ന് ഇതാ ടിക്കറ്റ് കൗണ്ടറൊക്കെ കണ്ടോ? നല്ല രസമില്ലേ കാണാൻ? അത് ഫോറസ്റ്റ് കോസ്റ്റാ, നല്ല കളറല്ലേ, നല്ല പച്ച കളർ, നല്ല അടിപൊളിയാണ്. എന്നാ പിന്നെ ഇന്നിപ്പോൾ പരിപാടികളൊന്നുമില്ല, നമുക്കെന്നാ പോയാലോ? പോയേക്കാം. ഈ ജിപ്സിയിലല്ലാണ്ട് ഇവിടെ കാർ സഫാരിയും ഉണ്ട്.
അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കാറ് ഹയർ ചെയ്ത് കാറിന് കൊണ്ടുവന്നതും ഉണ്ട്, ഈ ജിപ്സിയും ജീപ്പും അല്ലാണ്ട്. ഗവൺമെൻറ് ഓഫ് വെസ്റ്റ് ബംഗാൾ ഡയറക്ടറേറ്റ് ഓഫ് ഫോറസ്റ്റ് കോഡൽ ബസ്തി എക്കോ ടൂറിസം സെൻറ്റർ. ഞാനിത് കണ്ടപ്പോഴേ ഇത് ഫോറസ്റ്റിന് ഇത് നമ്മൾ റെന്റിന് കൊടുക്കുന്നതാണെന്ന് ഓർത്തു. റെന്റിന് കൊടുക്കുന്നതല്ല, അല്ല, ഫോറസ്റ്റിന്റെ സ്റ്റാഫുകൾ താമസിക്കുന്ന. നല്ല രസമുണ്ട്. ആ തടിയെ പണിത് വെച്ചേക്കുന്ന ഫുള്ള് തടിയിൽ പണിതേക്കുന്ന നല്ല രസമുണ്ട്. ഒരു റിസോർട്ടിൽ താമസിക്കുന്ന ഒരു ഫീല് കിട്ടും. അതുപോലെ തന്നെ ഇങ്ങനെ വേണം ജോലിയുള്ള സ്ഥലത്തെ സ്റ്റേ ഒക്കെ. ഇങ്ങനെ വേണം അല്ലേ? ആ ഒരു രസമുണ്ട്. ഞാൻ ഫോറസ്റ്റിലാ ജോലി ചെയ്യുന്നതെന്ന് എനിക്കൊരു വൈബ് തോന്നണമല്ലോ. വനത്തിലൊന്ന് നിർത്തി ഇറങ്ങല്ലെന്ന് പറഞ്ഞു. നമ്മളിപ്പോ വനത്തിന് ഉള്ളിലേക്കാണോ? ഇത് കുറെ ദൂരം കൂടെ ഉണ്ട്, ഒരു 10 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. ഇവിടെ ഇതെല്ലാം ഇങ്ങനെയുള്ള വീടുകളെല്ലാം ഇതുപോലെ പണിതേക്കുന്നത് ഇവിടെ. ഇതുണ്ടോ? ആണോ? പക്ഷെ താഴെ ഉണ്ട്, അവിടെ ഉണ്ട്. മൃഗങ്ങളുള്ളതുകൊണ്ടായിരിക്കുമോ? അല്ലല്ലേ, അത് പാടത്തിന്റെ സൈഡ് ആയതുകൊണ്ടായിരിക്കും, വെള്ളം കയറുമായിരിക്കും. അതെ, അതുണ്ടല്ലോ. ഒന്നല്ല, ഒത്തിരി വീടുകളും അങ്ങനെ പണിതേക്കുന്നത്. ഈ സൈഡിലും അതെ, ഈ വീടൊക്കെ എങ്ങനെയാ പണിതേക്കുന്നത്? ഈ സൈഡും അങ്ങനെ തന്നെയാ. വെള്ളം കയറുന്നോണ്ടായിരിക്കും. ഇവിടെ എല്ലാം ഈ വീടുകളെല്ലാം അങ്ങനെ പണിതേക്കുന്നത്. ഇവിടെ കടുവയില്ല, പുള്ളിപ്പുലിയുണ്ട്. പുള്ളിപ്പുലിയുണ്ടോ? പുള്ളിപ്പുലിയുണ്ട്. ഇത് വെള്ളം പൊങ്ങുന്നോണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ടായിരിക്കും ഇവിടുത്തെ വീടുകളെല്ലാം ഇങ്ങനെ. പാടത്ത് തന്നെയാ വീടും അല്ലേ? 66 ലോഡ് നോക്കിയിട്ട് ഇതുവരെ ഒന്നും സെറ്റ് ആയിട്ടില്ല. എത്ര ദിവസമല്ലേ? ആകാശ് ബ്രോ റെസ്റ്റ് എടുത്ത് മടുക്കുമല്ലോ. ഉറങ്ങി മടുക്കും. ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ഇതന്നെ മടുക്കും. പിന്നെ കുറെ നേരം ഫോൺ നോക്കുക, കമന്റുകളൊക്കെ വായിക്കാൻ ഇഷ്ടം പോലെ പിന്നെ സമയം കിട്ടും കേട്ടോ. മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പാ, കാടന്നാ അല്ലേ? അടിപൊളിയാ. മഴ നേരത്തെ തുടങ്ങിയല്ലോ. ഈ പ്രാവശ്യം റെയിനി സീസൺ നേരത്തെ വന്നു. ഇവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇവരൊക്കെ മീൻ പിടിക്കാൻ വന്നാ വലയായിരിക്കുന്നത്. ആനയൊക്കെ ഉണ്ടെന്ന് അവര് പറഞ്ഞു. ആന ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഇന്നാളെ തന്നെ നമ്മൾ കണ്ടല്ലേ. ബനിയ ബ്രിഡ്ജ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാ. പാലത്തിലോട്ട് നോക്കിയേ, പുലി, കാണ്ടാമൃഗം, എല്ലാരും ഉണ്ട്. ആന സൈഡിലോട്ട് നോക്കിയിരിക്കണം. അതെ, ഇതുപോലെ കാട് വളർന്ന് നിൽക്കുന്നോണ്ടേ ഇതിനകത്ത് ആന. ഇത് നമ്മളെ ഗവിക്ക് പോയാലും അതിലും വലിയ വനമാണെന്ന് തോന്നുന്നു, അടഞ്ഞല്ലേ? അടഞ്ഞു കിടക്കുന്നു മൊത്തം. ഇത് ഫോറസ്റ്റിന്റെ വാച്ച് ടവർ ആണെന്ന് തോന്നുന്നു. അതെ, ഇവിടെ ഇരിക്കുകയാണെ മൃഗങ്ങളെ കാണാൻ രാത്രിയില്. ഇതെല്ലാം തടിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, വനത്തിൽ ഇഷ്ടമുള്ള പോലെ കയറി പോകരുത്, കയറിപ്പോയാൽ ജയിലിൽ പോകേണ്ടി വരും. അതുകൊണ്ട് റോഡേ തന്നെ പോയാൽ മതി. സോനാപ്പൂര് 15 കിലോമീറ്റർ. ഇവിടെ ഒരു മധുര ഉണ്ടല്ലോ, മധുര 12 കിലോമീറ്റർ. മധുര എത്ര അടുത്തുണ്ട് ഇപ്പം? അകലേന്ന് കണ്ടപ്പോഴേ പോത്ത് പോകുന്ന പോലെ തോന്നി. പക്ഷേ ഇതുണ്ടോ, സൈക്കിളെ വിറക് കൊണ്ട് പോകുന്നായിരുന്നു. 2-3 കെട്ട് വിറവുണ്ടല്ലേ? 2 കെട്ട് വിറവുണ്ട്. കാട്ടി കയറി ഇവരെ എടുത്തോണ്ട് പോരുന്നാന്ന് തോന്നുന്നത്. ചെറിയ കമ്പ് പിറക്കി ഒടിച്ചോണ്ട് വരുന്ന. ഇവിടെ കാട്ട് വിറകിനൊക്കെ കയറി പോകായിരിക്കും, കുഴപ്പമില്ലായിരിക്കും. വിറവ് പിറക്കാൻ നമ്മുടെ എവിടെയും പോവാന്നേ. ഇപ്പൊ പോവോ? ഫോറസ്റ്റുകാരുടെ അനുമതി മേടിച്ചിട്ട് പോവാം. പിന്നെ ഇവിടെ അടുത്ത് താമസിക്കുന്നവരൊക്കെ ആയിരിക്കും ഇവര്. എന്താ വരും വിറകുകാരാ. ഇവിടെ എല്ലാം ഒടിഞ്ഞു വീണ് കിടക്കുന്ന മരങ്ങളുണ്ടല്ലോ, അതൊക്കെ എടുത്തോണ്ട് പോകുന്നത്. ചിലപ്പാട്ട. അപ്പൊ ഇവിടെ കൊണ്ട് വനം തീർന്നു. ഗ്രാമത്തിലേക്ക് ഇറങ്ങുക. ഇതൊരു മാർക്കറ്റ്. അത് കുർമൈ ഫോറസ്റ്റ് വില്ലേജ്, ചിലാപ്പാട്ട കാളിമന്ദിർ. അങ്ങോട്ടല്ല, ഇങ്ങോട്ടാ നമുക്ക് പോകണ്ടേ. ഇങ്ങോട്ട് തിരിച്ചോ. ഇവിടെ ഉള്ളവരൊക്കെ രാത്രിക്ക് അങ്ങോട്ട് ആ വഴി പോകുന്നുണ്ട്, ഉറപ്പായിട്ട് മൃഗങ്ങളെ കാണും. ആനയൊക്കെ വഴിയിലുണ്ടാവും ഉറപ്പായിട്ട്. വെൽക്കം ടു ചിലാപ്പാട്ട. ഇത് ചിലാപ്പാട്ട റേഞ്ചാ, ജൽദാപ്പാര വൈൽഡ് ലൈഫ് ഡിവിഷൻ. ഫോറസ്റ്റാ. ഐ ലവ് ചിലാപ്പാട്ട. അതെ, തേയിലത്തോട്ടം, കമുകിൻ തോപ്പ്, പാടത്തെ കൃഷിയെല്ലാം കഴിഞ്ഞതേ പശുക്കളെ മേഞ്ഞു നടക്കുന്നു. ഇത് നമ്മുടെ ജൽദാപ്പാര നാഷണൽ പാർക്കാണ്. ഇതിന്റെ സൈഡിൽ കൂടെ എല്ലാം ഗ്രാമങ്ങളുണ്ട്. ഇതെല്ലാം ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട്, ആന കയറി വരാതിരിക്കാൻ വേണ്ടിയാ. പക്ഷെ അതെല്ലാം പൊട്ടിക്കിടക്ക കേട്ടോ. ഇതുപോലെ തടിയാ അവർ കൊണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ പറയാം, ഇതേ കണ്ടോ, വനത്തിൽ നിന്ന് വലിയ തടിയൊക്കെ മുറിച്ചോണ്ട് വരാൻ കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ടാ അവർ തോളയിലിട്ടോണ്ട് വരുന്നേ. 2 തടി അപ്പുറം. വൈകിട്ടത്തിനുള്ള കറി. അതെ, ചേമ്പന്താള് നോക്കി. തേയില ഇവിടെ എല്ലാം ഈ സൈഡെല്ലാം തേയിലത്തോട്ടാ. എല്ലാം നിരപ്പ് സ്ഥലങ്ങളാണ് മൊത്തം. അതെ അതെ. ഈ ആസാമിൽ എല്ലായിടവും നിരപ്പാ അല്ലേ? കൂടുതലും അതെ. ആസാമല്ല ഇത്? വെസ്റ്റ് ബംഗാൾ അല്ല, ബംഗാളിൽ കൂടുതൽ ഹിൽസ് ഉള്ള സ്ഥലമാണ് നമ്മുടെ സിലിഗുരി, മറ്റേ ഡാർജിലിംഗ് ഒക്കെ. ആസാമിൽ നീങ്ങി പോകുന്നില്ലെന്ന്. ആസാം ബംഗാളും ഒക്കെ ഏകദേശം നിരപ്പാ. മലമ്പ്രദേശം വളരെ കുറവാ.
ചെറിയൊരു നദി, നല്ല നല്ല തെളിഞ്ഞ വെള്ളം അല്ലേ? തെളിഞ്ഞ വെള്ളം, വനത്തിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളം. അവിടെ കുറെ പേര് കുളിക്കുന്നുണ്ടല്ലോ. ഇതാ വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ട് എല്ലാവരും ഇവിടെ കുളിക്കാൻ ഇറങ്ങുന്നൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. ഞങ്ങളെ വേദനിച്ചിട്ട് ചോറ് വെക്കാന്നാ. ചോറും വെച്ച് ഇവിടുത്തെ ബീൻസ് ഒക്കെ മേടിച്ച് തരുന്നുണ്ട്. ഇച്ചിരി ബീൻസ് തോരൻ വെക്കാം. ഇവിടെ നമുക്ക് തോരൻ വെക്കാൻ പറ്റില്ല അല്ലേ അച്ഛമ്മേ? എളുപ്പമുള്ള എന്നേലും വെക്കണം പെട്ടെന്ന്. പെട്ടെന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ അച്ഛമ്മേ? അതെ, അല്ലെങ്കിൽ പിന്നെ ചെറിയ എന്നേലും ഉണ്ടാക്കുക, ചെറുതായിട്ട് തന്നെ ഉണ്ടാക്കുക. നിങ്ങൾ പറഞ്ഞു ചെറുതായിട്ട് തന്നെ ഉണ്ടാക്കട്ടെ. ഒരു കാര്യം ചെയ്യും, കുറച്ച് ബ്രെഡും കുറച്ച് സ്മാഷ്ഡ് ബനാനാസും അതിന്റെ മുകളിൽ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക. മനസ്സിലായില്ലേ? കുറച്ച് പഴം എടുക്കുക, അതിലോട്ട് എന്താ ഇതേ തുണിയൊക്കെ എടുത്തോണ്ട് വന്നേക്കുന്നത് കുളിക്കാൻ പോകാൻ ഒരാള്. അരിയൊക്കെ കഴുകി അടുപ്പയിലിട്ടു. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്നുള്ള പറയുന്നില്ലേ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ മാറ്റി ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് തരാം. അപ്പോൾ ഞങ്ങളത് ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു. ഇപ്പം അതിലേക്ക് കുറച്ച് ജാമൊക്കെ പുരട്ടി. ഭൂട്ടാൻ ബ്രെഡ് കുഴപ്പമൊന്നുമില്ല, കഴിച്ചു നോക്ക്. ഞങ്ങളത് ടോസ്റ്റ് ചെയ്ത് മനോഹരമാക്കിയോണ്ട് നല്ല ടേസ്റ്റ്. ടോസ്റ്റ് ചെയ്ത് പിന്നെ ഇതും കൂടെ വേണ്ടായിരുന്നല്ലേ? ഫുഡൊക്കെ കഴിച്ചിന് നമുക്ക് നീരാടാൻ പോകാം. കുഞ്ഞിക്കിൽ അല്ല ദാമിക്കുട്ടിനെ നീരാട്ടിനിറക്കാം. തയ്യാറായിട്ട് നിൽക്കുക. അതെ, ബാക്കിയുള്ളവരെല്ലാം ദാമി കുളിക്കുന്നത് കാണാൻ വേണ്ടി വരിക. അതെ, നല്ല രസമുള്ള സ്ഥലം. ഇത് ഫോറസ്റ്റിന്റെ തോന്നുന്നു ഈ ഏരിയ. പക്ഷെ എല്ലാവരും ഒത്തിരി പേര് വന്ന് കുളിക്കാനൊക്കെ വരുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ പ്ലാസ്റ്റിക്കും കുപ്പിയൊക്കെ അതുകൊണ്ട് അതിലേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ചേമ്പാരോ നട്ടേക്കുന്ന. അതെ, ഇതുണ്ട് തുമ്പ നിൽക്കുന്നുണ്ട് ഇവിടെ, ഇഷ്ടം പോലെ തുമ്പയുണ്ട്. നല്ല വെള്ളം കണ്ടോ, തെളിഞ്ഞ വെള്ളം. നല്ല വെള്ളം കണ്ടിട്ട് ചാടി മുങ്ങി കുളിക്കാൻ തോന്നുന്നു. കുളിച്ചാലോ? ഇപ്പൊ വെയിലാപ്പടി, ഇപ്പൊ മുങ്ങി കുളിച്ചാലോ കുളിച്ചതിന്റെ ഒരു ഫലം കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് പിന്നെ കുളിക്കാം. വൈകുന്നേരം എവിടെയെങ്കിലും നിർത്തി കുളിക്കാം. തണുപ്പില്ലേ? ഇവരൊക്കെ കേരളത്തിൽ ജോലി ചെയ്യുന്ന കേട്ടോ. काम करते केरला में? मैं काम करता हूँ पटना से कोनी। कोनी में। अभी इलेक्शन के लिए आया? हाँ, अभी वापस नहीं आया? वापस जाएगा 21। അപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. കുറേ പേരെ മുമ്പേ ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടായിരുന്നു. क्या नाम है आपका? मेरा नाम कृष्णा है। कृष्णा का क्या काम करता है उधर? इंटरलॉक का। वो तुम्हारे बंगाल का आदमी लोग बहुत मलयालम बात करते हैं। करता है अच्छे से मलयालम बात करता है। मेरे को नहीं आता। इधर घर इधर है? घर इधर ही है, पास में, ज़्यादा दूर नहीं है। ओके 1 किलोमीटर 2 किलोमीटर होगा। ट्रेन में आएगा बस में आएगा? ट्रेन में ट्रेन में जाना पड़ता है मेरे को। क्या नाम है? कृष्णा। कृष्णा आपका? राहुल। तो हम लोग तो ट्रेन में जाना करता है। बंगाल का आदमी बहुत लोग इधर है, वापस नहीं आया। उतरी पेर इलेक्शन में लिए आया। इलेक्शन लिए आया तो जाएगा 21 तारीख को। 21 तारीख को जाएगा। टिकट नहीं है, फिर से जाना पड़ता है। वो बीट रहता है ना ट्रेन में। टिकट नहीं है, फिर जाना पड़ता है मेरे को। टिकट किട്ടുന്നില്ല. उधर ही काम है, उधर ही मेरा सब उधर ही। वो शादीशुदा कहीं इधर, पूरा घर संसार उधर ही मर ऐसा समझ लो। वो बस भी चलता है ना, केरला से बस आता है ना इधर? बस आता है, बस में भी बहुत आता है। बस में पैसा खर्चा ज्यादा होता है, वो ट्रेन में इतना खर्च नहीं है। ट्रेन में रिजर्वेशन करेगा तो फिर रिजर्वेशन करेगा तो 2500, एसी करेगा तो फिर 4000 होता है। लेकिन पास में ज्यादा ये यहाँ से तुम्हारे इधर से अपना बागडोगरा से फ्लाइट में भी जा सकते हैं ना? 7-8 हज़ार लगता है। 8,000 लगता है, एक दिन में हो जा सकता है। 8,000 लगता है, इतना पैसे नहीं है तेरे गाँव में। पैसा खर्चा करने में पैसा है नहीं, वो 2 दिन ट्रेन में बैठना का, वो 2 दिन का काम हो जाएगा ना उधर जल्दी। एक दिन में जा सकता है। वही। അപ്പം ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അവിടെ ചെറിയ തട്ടുകടയൊക്കെ ഉണ്ട് കേട്ടോ ബാക്കിൽ, താൽക്കാലിക തട്ടുകട. നല്ല അടിപൊളി സ്ഥലം തന്നെയാണേലും, ചെറിയൊരു തോടും നല്ല വെള്ളവും മൊത്തം പുൽത്തകടിയും ഒക്കെ ആയിട്ട്. ഈ മരത്തേലൊരു ഏർമാടം. ഇതൊക്കെ മൃഗങ്ങൾ വരുന്നതായിരിക്കും രാത്രിയിലൊക്കെ. ഇതല്ലേ, ഇത് വനത്തിൻ്റെ ബൗണ്ടറിയാണ്. ഒരു ട്രിപ്പ് വണ്ടി ഉണ്ടോ അതിൻ്റെ മുകളിൽ നോക്കി എത്ര പേരാന്ന്. നാളെ ഇറങ്ങാൻ വേണ്ടി നിർത്തുക. ഇവിടെ എവിടെ ചെന്നാലും
ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. ബംഗാള് വരുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരെ കാണാം. അപ്പൊ നമ്മള് കുറെ പേരെ കണ്ടു, നമ്മൾ വീഡിയോയിൽ എടുക്കാതെ കുറെ പേരെ അല്ലാതെ കണ്ടു കേരളത്തിൽ ജോലി ചെയ്യുന്നത്. അവരെല്ലാം വന്ന് വർത്താനം പറയും, കേരളത്തിൽ എവിടെ, ഏത് ഡിസ്ട്രിക്റ്റാ, എവിടാന്നൊക്കെ ചോദിക്കും. മിക്കവർക്കും മലയാളം അറിയാം, ചിലർക്ക് അറിയത്തില്ല. ചില നല്ല ഫ്ലുവന്റ് ആയിട്ട് മലയാളം സംസാരിക്കും. അതെ, അത് ചിലര് പിന്നെ ഞാൻ ചോദിച്ചു ഇലക്ഷൻ വന്നിട്ട് തിരിച്ചു പോയില്ലെന്ന് ചോദിച്ചു. ഇല്ല, 2-3 മാസമായി, ഇനിയിപ്പം പോണം എന്ന് പറഞ്ഞു. എല്ലാരും വന്ന് നാട്ടിൽ വന്നപ്പോഴേ പിന്നെ കൃഷിയും കാര്യങ്ങളും ഓരോ പണിയൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുക. എല്ലാരോടും ചോദിക്കായിരുന്നു മറ്റേ മകനെ മടങ്ങി വരൂ. അതെ, ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ ആളും ഉണ്ട് ഇവിടെ. നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരാളും ഉണ്ട് ഇവിടെ. അതെ, ഇതിനു മുമ്പ് ഇലക്ഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വന്നാ, ഇതുവരെ ലീവ് കഴിഞ്ഞിട്ടില്ല. ആദ്യം ഞങ്ങൾ വന്നപ്പോ മേഘാലയക്ക് വന്നപ്പോഴും ഈ പിന്നെ ജലദാപ്പാറ നാഷണൽ പാർക്കിൽ വെച്ചിട്ട് ആനയെ കാണുന്ന രാത്രിക്ക്. ഈ മരത്തേലൊക്കെ കണ്ടോ, ഈ കാട്ടിലുള്ള മരത്തേലൊക്കെ ഓർക്കിഡ് ഉണ്ടോ? ഓർക്കിഡ് എല്ലാ മരത്തിലും ഉണ്ട്. പ്രൈവറ്റ് ബസ്സാ, ചെറിയ ബസ്സാ. ജലദാപ്പാറ നാഷണൽ പാർക്ക്, ഡു നോട്ട് സ്റ്റോപ്പ്. സ്പീഡ് ലിമിറ്റ് ഉണ്ട് കേട്ടോ, 20 കിലോമീറ്റേഴ്സ്. അപ്പം പതുക്കെ പോയാൽ മതി. നമുക്ക് എന്നിട്ട് ഇവിടെ ആരെങ്കിലും ഒക്കെ സൈഡിൽ നിപ്പണ്ട കാണുകയും ചെയ്യാലോ. ഈ വഴിയൊക്കെ ആയിരിക്കും ഈ സവാരിക്ക് കൊണ്ടുപോകുന്നത്. എനിക്കൊന്ന് ഇവിടെ വെളുപ്പിനത്തെ ആ ഒരു 5:30 ഇതിന് പോയാൽ ചിലപ്പോൾ നല്ല ഇഷ്ടംപോലെ ആനകളെയൊക്കെ കാണാമായിരിക്കും. ഇവിടെ എല്ലാം ഹോം സ്റ്റേകളുണ്ട്, ഇഷ്ടംപോലെ ഹോം സ്റ്റേയും റിസോർട്ടുകളും ഒക്കെ ഉണ്ട്. വനത്തിന്റെ സൈഡിലൊക്കെ ഹോം സ്റ്റേയിൽ പോയി താമസിച്ച മൃഗങ്ങളെയൊക്കെ കാണാം രാത്രിയിലെ വെളുപ്പിനെയൊക്കെ. ശരിക്കും ബംഗാൾ നല്ല അടിപൊളി ഒരു സ്റ്റേറ്റാ. പക്ഷെ കൽക്കട്ട ടൗൺ വന്ന് കണ്ടാൽ ബംഗാളിനെ വളരെ മോശമായിട്ട് നമുക്ക് തോന്നും. അതെ, അപ്പൊ നമ്മളിതേ തിരിച്ച് മെയിൻ റോഡിൽ കയറി. ഈ സ്ഥലപ്പേരുണ്ടോ? ഗുരുദ്വാര എന്നാ? അത് ജി അത് ഗുരുദ്വാര എന്നാ സ്ഥലപ്പേരല്ലേ ഇത്? ഹസിമാര എന്നാ സ്ഥലപ്പേര് കേട്ടോ. ഞാനും അത് അങ്ങനെ വായിച്ചു. ഇനി പറഞ്ഞ വല്ല അബദ്ധമായാലോ എന്ന് പറഞ്ഞു ഞാൻ ഒന്ന് നോക്കി. ഇതാ ഗുരുദ്വാര കണ്ടോ? ഗുരുദ്വാര സാഹിബ് ഹഷിമാര. എല്ലാരും ലൈനായിട്ട് അച്ചടക്കത്തോടു കൂടി പോന്നെ. വീട്ടിൽ പോവാ. ആ, ഈ സൈഡിൽ കൂടെ കുറെ കടകളുണ്ട്, തേയിലക്കടകള്. ആസാമിലെ തേയിലയും ബംഗാളിലെ തേയിലയൊക്കെ എല്ലാം കിട്ടും. ഇതെല്ലാം തേയിലക്കടകളാ. അവിടെ നാടൻ കോഴിയുണ്ട്, നമുക്ക് ഒരെണ്ണം മേടിച്ചേക്കാം. നാടൻ കോഴിയുണ്ടോ? നാടൻ കോഴിയുണ്ട്, കളർ കോഴിയുണ്ട്. ആണോ? ഈ ചെറുത് 2 മേടിച്ചാൽ മതി, വലിയ വെയിറ്റ് ഇല്ല. അതല്ലേ കാട്ടുകോഴി പോലെ ഇരിക്കുന്നല്ലേ? 2 പേരെ പിടിച്ചു. ചെറുതാ, വലിയ വെയിറ്റ് ഒന്നും കാണുന്നില്ല. ആ, കുഞ്ഞിക്കളെ കൊണ്ട് കാണിച്ചേ. ഈ ഫോട്ടോയിലുള്ളത് മോളല്ലേന്ന് ചോദിച്ചത്. തേയിലക്കകത്തെ പണിയൊക്കെ കഴിഞ്ഞ് പണിക്കാർ വന്നു. ബംഗാളിലെ തേയിലത്തോട്ടം 2 സൈഡിലും. സിലിഗുരി 133 കിലോമീറ്റർ, ജൽപൈഗുരി 85, ദുബ്ഗുരി 49 കിലോമീറ്റർ. കണ്ടോ എത്ര പേരെ? ആ മുകളിലത്തെ കാരിയറല്ല എത്ര പേരെ കയറിയിരിക്കുന്നത് പോകുന്നതെന്ന്. ഇതേ 2 പേരേ ഉള്ളൂ. മുമ്പ് ഒരു വണ്ടിയല്ലേ, മുകളിൽ ഒത്തിരി ആളുണ്ട്, പക്ഷെ അകത്ത് ആളേ ഇല്ല. 2-3 പേരെ അകത്തുള്ളൂ. മുകളിലിരുന്ന് യാത്ര ചെയ്യുന്നതായിരിക്കും ഒരു ഡിസ്കൗണ്ട് ഉണ്ടോ? പൈസ നമുക്ക് ഇനിയിപ്പോ ഇന്ന് രാജേഷിന്റെ ചിക്കൻ കറിയാ, നാടൻ ചിക്കൻ. അങ്ങോട്ട് പോയപ്പോഴേ പറഞ്ഞ ആസാമിൽ നിന്ന് നാടൻ ചിക്കൻ മേടിക്കണം എന്ന് പറഞ്ഞ. ആസാമിൽ നിന്ന് നടന്നില്ല. ബിരിയാണി ഇല്ലേ? ബിരിയാണി ഉണ്ട്, ബിരിയാണി നാളെ. വെള്ളം കുറവാ, ഈ സൈഡിലേ ഉള്ളൂ. വലിയ നദിയാണല്ലോ. പാലം നന്നായിട്ട് കുലുങ്ങുന്നു. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ലെന്നാ പറയാ. നല്ലപോലെ കുലുങ്ങുന്നുണ്ട്. ഈ സൈഡിൽ കുറച്ച് വെള്ളമുള്ളൂ. ഇത് കലക്ക വെള്ളം കേട്ടോ. 2 സൈഡിലും ഇതുപോലെ വെള്ളം ഒഴുകുന്നുണ്ട്. റിവറിന്റെ നടുക്ക് മൊത്തം മണല. അപ്പുറത്തെ നദിയിലെ വെള്ളം എന്നാ തെളിഞ്ഞായിരുന്നു. ആ, അവിടെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. അത് കാട്ടരുവി ആയിരിക്കും. ഇതും കാട്ടിക്കൂടൊക്കെ ആയിരിക്കും. ഇത് വലിയ നദി. ഇവിടെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഡയറക്ഷനിൽ നിന്ന് വരുന്നതായിരിക്കും. മഴ പെയ്തേ അതാ കലങ്ങി വരുന്നത്. മണൽ നോക്കി, എന്നാ മണല നോക്കി. എവിടെ പാലത്തിന്റെ മെയിൻ്റെനൻസ് നടക്കുക. ആ, അവിടെ ഇപ്പഴല്ല, നേരത്തെ വല്ലതും പോയായിരിക്കും. അതാണ്ട് അതിലെ വണ്ടി താഴെ പോയതാ. ശരിയാ, അത് പണിതുകൊണ്ടിരിക്കുക. ഇപ്പൊ പോയല്ല, പണ്ടങ്ങാണ്ട് പോയതാ, നേരത്തെ പോയതാ. ഈ ടോർസ റിവർ അല്ലേ, അത് ടിബറ്റിൽ ഉത്ഭവിക്കുന്ന, എന്നിട്ട് ഇന്ത്യയിലും ചൈനയിലും ഭൂട്ടാൻ വഴി ഒഴുകി ബംഗ്ലാദേശിൽ ചെന്ന് കടലിൽ ചെന്നു. അയ്യോ, എത്ര രാജ്യങ്ങളിൽ കൂടെ പോന്ന അന്നേരം? ഇന്ന് ചൈന, ഇന്ത്യ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് 4 രാജ്യം കയറും. ഇന്റർനാഷണൽ റിവറാ. ആ, ഇന്റർനാഷണൽ. അതുണ്ടോ? എത്ര പേരാ വണ്ടിയിൽ? എത്ര കാട്ടുപത്രം നിൽക്കുന്നതെന്ന് നോക്കിയാൽ ഒരു 5-8 കാട്ടുപത്രം ഉണ്ടായിരുന്നു. ഇത് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത്.
ആ അതുകൊണ്ടോ ഇപ്പൊ പോയ പോലെ തന്നെ. അതെ അതെ. വൈൽഡ് ലൈഫ് ക്രോസിംഗ് സോൺ, ഡു നോട്ട് സ്റ്റോപ്പ്. പുലി, കാട്ടുപോത്ത്, ആന എല്ലാം ഉണ്ട്. ഇത് നോക്കി. ഇവര് ഏലത്തോട്ടത്തിൽ പണി കഴിഞ്ഞ് പോകുന്നവരെ. തേയിലത്തോട്ടത്തിലല്ലേ? തേയിലത്തോട്ടത്തിൽ. അതെ അതെ, തേയിലത്തോട്ടത്തില്. ഇതെല്ലാം ഫോറസ്റ്റിലെ സ്റ്റാഫുകൾ താമസിക്കുന്നതായിരിക്കും. മുമ്പ് നമ്മൾ എടുത്ത പോലെ. എല്ലാം തൂണയിലല്ലേ വീട് വെച്ചേക്കുന്നത്. കോൺക്രീറ്റ് ബീമേൽ തൂണ് കൊടുത്തിട്ട് അതേ പണിതേക്കുക, പൊക്കി പണിതേക്കുക. ഇതൊരു നദിയുടെ തീരം കേട്ടോ, വെള്ളം കയറുന്നതായിരിക്കും ഇവിടെയൊക്കെ. ഇതൊരു ചെറിയ തോട്, ഇത് തെളിഞ്ഞ വെള്ളം. കുറച്ച് പേര് ഫാമിലി ആയിട്ടിരിക്കുന്നു. അമ്മയും കുഞ്ഞും ഒക്കെ ഉണ്ട്. ഇതേ കുഞ്ഞുങ്ങൾ പണിക്കാരാ കേട്ടോ. ഇതെല്ലാം തേയിലത്തോട്ടത്തിൽ പണിയുന്നതായിരിക്കും. ബസ്സേ പോകുന്ന ലോഡ് കണ്ടോ? നമ്മുടെ ലോറിയൊക്കെ ഇട്ടായിരുന്നല്ലോ ഇത്. അതെ, അതിനുള്ള ലോഡ് ഉണ്ട്. ഇതേ പന്നി കൊണ്ടുപോകുന്നു. ഇത് നോർത്ത് ഈസ്റ്റിലേക്ക് പന്നി പോകുന്ന കണ്ടോ? അതെ, നോക്കുന്നുണ്ടോ? 3 നില നിറച്ച് ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഒക്കെ വരുന്ന ആ ട്രെയിലർ സ്ഥിരം ഇവിടെ കൊണ്ട് ലോഡർ നോർത്ത് ഈസ്റ്റിൽ ഇറക്കിയിട്ട് ഈ വണ്ടി കാലി പോവാ. പിന്നെ അത് തന്നെ സ്ഥിരം ഓടുന്ന വണ്ടികളാ. അതിൽ ആളുമുണ്ട്. ഫ്രണ്ടിൽ ആൾക്കാർക്കൊക്കെ ഇരിക്കാനുള്ള ഇടയുണ്ട് ക്യാബിന്റെ പുറകിൽ, ഇതിനെ നോക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ട്, ഈ ബസ്സിൽ പോകുന്ന ലോഡ് ഉണ്ടോ? ടൂറിസ്റ്റ് റിസപ്ഷൻ കൗണ്ടർ. ഇവിടെ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കാം കേട്ടോ. ഇവിടെ നിർത്തിക്കേ. കാട്ടുകോട്ടനൊക്കെ നിൽക്കുന്നു. അതെ, കാട്ടുകോട്ടനൊക്കെ ഉണ്ട്. ജൽദാപാര നാഷണൽ പാർക്ക്, ദ കിങ്ഡം ഓഫ് റൈനോ. നാളെ ഇന്ന് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നാളെ സഫാരിക്ക് പോവാം. വെളുപ്പിനെ പോണം. വെളുപ്പിനെ പോകണം. അപ്പൊ അപ്പറേ അതിന്റെ കൗണ്ടർ എന്ന് പറഞ്ഞു. നമുക്ക് അവിടെ പോയി ചോദിച്ചിട്ട് വേണേ. എന്നാ പറഞ്ഞു? ഉണ്ടെന്നാ പറഞ്ഞേ. രാവിലെ തന്നെ വേണം. വെളുപ്പിനെ പോയാലേ മൃഗങ്ങളെ കാണത്തുള്ളൂ. അപ്പൊ ഇവിടുന്ന് തിരിച്ചു പോകണം. ഒരു 500 മീറ്റർ അപ്പറേ അവരുടെ കൗണ്ടർ. അപ്പൊ അവിടെ ചെന്ന് നമുക്ക് ടിക്കറ്റ് ഇന്നേ എടുക്കണം നാളത്തേക്കുള്ള. ഈ SK സിക്കിം ആണോ? സിക്കിമിന്റെ രജിസ്ട്രേഷൻ ആണ് SK. ഇതുണ്ടോ, നിറച്ച് പന്നികളാ. 3 സ്റ്റെപ്പായിട്ടാണ് കൊണ്ടുവന്നത്. എത്ര എണ്ണം ഉണ്ട്? എനിക്ക് തോന്നുന്നു ഒരു 10-500 പന്നിന്നെങ്കിലും കാണും. 500 ആണോ? അത് കൂടുതൽ. 40 കണ്ടെയ്നറല്ലേ. ഇവിടുത്തെ ടാക്സി വണ്ടികളാണ് ഇതെല്ലാം ടൂറിസ്റ്റുകളെ കൊണ്ടുവന്ന വണ്ടികളായിരിക്കാം. അതല്ലേ ടാക്സി സ്റ്റാൻഡ്. പക്ഷെ പ്രൈവറ്റ് വണ്ടിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെ നമുക്ക് അകത്തോട്ട് വേണം കയറിപ്പോകാൻ. അരണ്യ ടൂറിസം പ്രോപ്പർട്ടി. തേക്ക് ഉണ്ടോ? നമ്മുടെ അടുത്ത പോലെ തന്നെ വണ്ണമുള്ള തേക്കുകൾ, പൊക്കമുള്ള. ഇവിടെ ആണോ മറ്റേ കൗണ്ടർ? അതെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ തിരക്കാണല്ലോ. 6 മണിക്കാണ് തുറക്കുന്നത്. അപ്പോൾ അതിനുള്ള ആൾക്കാരെ, ടിക്കറ്റ് എടുക്കാനുള്ള ആൾക്കാരായി നിൽക്കുന്നത്. അപ്പോൾ അവിടെ പോയി ക്യൂ നിൽക്കണം. നമുക്ക് മുന്നോട്ട് കയറ്റി കൊടുക്കാം. സഫാരി പെർമിറ്റ് കൗണ്ടർ തന്നെ. അപ്പോൾ നമ്മുടെ ടൂർ കോർഡിനേറ്ററെ അസിസ്റ്റന്റിനെയും പറഞ്ഞു വിട്ടു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. പോയിട്ട് നോക്കിയിട്ട് വാ. ഇവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. അത് തോടാന്ന് തോന്നില്ല. വെള്ളം പ്രശ്നമില്ല. അതെ, അവിടെ ഒരു വെള്ളമുണ്ട്. എന്നാ പിന്നെ അടുത്ത പരിപാടി എങ്ങനെ തുടങ്ങിയേക്കാം. കുക്കിംഗ്. ഇന്ന് രാവിലെ ഉച്ചയ്ക്കും കാര്യമായിട്ട് ഒന്നും കഴിച്ചില്ല. അതെ, അവിടെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. വണ്ടി ഇട്ടതിന്റെ ബാക്ക് സൈഡിൽ ഒരു നദിയാ. പക്ഷേ വെള്ളം കുറവാ. ഒരു ചെളിയാ. അപ്പടി രാജേഷിന് ഒരു ആസാം കോഴിയെ മേടിച്ചു കൊടുക്കാൻ പറ്റുന്നു. ആസാമിന്ന് മേടിക്കാൻ പറ്റില്ലല്ലോ. ഈ സമയമുണ്ട്, ഇനി വന്നിപ്പോ മേടിച്ചു കൊടുക്കാം. അതേപോലെ തന്നെയുള്ള കോഴിയാ ഇത്. പൂങ്കോഴിയാണോ പെടക്കോഴിയാണോ? പെട എല്ലാം പെടയായിരുന്നു. കണ്ടെണ്ണം. മുട്ടയുണ്ട്. മുട്ട അത് അധികം ഇതൊന്നും ഇല്ലെന്നേ, വെയിറ്റ് ഒന്നും ഇല്ലായിരുന്നു. രണ്ടുകൂടെ കൂടി 3 കിലോ ഉള്ളായിരുന്നു. രണ്ടും പെടച്ചു. അപ്പോൾ ഇത് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളി പൊളിക്കലും. അതെ, എത്രയും പെട്ടെന്ന് അടുപ്പേ കയറ്റാന്നുള്ള. അല്ലെ പിന്നെ ഇന്നും കിടന്നുറങ്ങാൻ താമസിക്കും. അതെ, ഇന്ന് നേരത്തെ നമ്മൾ ഒതുക്കിയത്. അതുകൊണ്ട് നേരത്തെ തന്നെ നേരത്തെ കിടന്ന് ഉറങ്ങണമെന്ന്. അതുമല്ല, നാളെ രാവിലെ വെളുപ്പിനെ ആയിട്ട് പോകണം. ഗവൺമെന്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ, ഡയറക്ടറേറ്റ് ഓഫ് ഫോറസ്റ്റ്, സഫാരി പെർമിറ്റ് കൗണ്ടർ, ജൽദാപാര നാഷണൽ പാർക്ക്. കുറേ ആൾക്കാരുണ്ടല്ലോ, ക്യൂ ഉണ്ട്. നാളത്തേക്കുള്ള ടിക്കറ്റാണ് ഇപ്പം കൊടുക്കുന്നത്. ഇതേ മുത്തന്തി അവിടെ കോപ്പി എടുക്കണോ? ID-യുടെ കോപ്പി അല്ലേ എല്ലാവരും? നല്ല ക്യൂ ഉണ്ടല്ലോ. അന്നേരം വന്നിട്ട് നിങ്ങൾ ഇത്രയും പുറകിലാണോ? ഇത് പുറകോട്ട് ആരും ഇല്ല, എല്ലാവരും 6 മണിക്കാ തുറങ്ങുന്നത്. അന്നേരം ലൈൻ നിന്നില്ല ആണോ? ഇവിടെ ഈ നദി ക്രോസ് ചെയ്യാൻ ഒരു തടിപ്പാലോ താൽക്കാലിക പാലോ ആണെന്ന് തോന്നുന്നു. അവിടെ പാലം പണിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. നദി വഴി തിരിച്ചു വിട്ടേക്കുക. ഇത് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് അതിലെ മാറ്റി വിട്ടേക്കുക നദി. ഇവിടെ 2 വീലറും കാൽനട യാത്രക്കാരെ മാത്രമേ പാലത്തെ കൂടെ അലൗഡ് ഉള്ളൂ. വണ്ടികൾ ഇതുപോലെ നദിയിൽ കൂടെ ഇറങ്ങിപ്പോവാം, താഴെ കൂടെ ഇറങ്ങിക്കയറിപ്പോവാം. ബംഗാൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള അരണ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് അക്കരെയുള്ള, അങ്ങോട്ടുള്ള വഴിയായത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ നദിക്കരയിൽ ഇവിടെ സ്റ്റേ ചെയ്യാം. ദാമി കുളിയൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കം കഴിഞ്ഞു. അതുകൊണ്ട് ഉറങ്ങി ചെണീറ്റപ്പം ഞങ്ങൾക്ക് വിശക്കുന്നു. മുമ്പേ ചോറ് വെച്ചുകൊണ്ട് കൊച്ചിന് വിശന്നപ്പോഴേ ചോറ് കൊടുക്കാൻ പറ്റി. നമ്മളൊരു മുട്ടയൊക്കെ പൊരിച്ച് വരക്കെ ചോറിനോ അല്ലേ ദാമി? കപ്പയുണ്ടോ? കപ്പയാണ് പിടിക്കുന്നത്. കപ്പയല്ലേ ഇരുന്ന് കറുത്തു പോവല്ലേ. കപ്പ, ബീൻസ് തോരൻ, ചിക്കൻ കറി, വേണേ ഒരു ചമ്മന്തിയും കൂടെ ഞങ്ങൾ അരച്ചു വെക്കുന്നത്. നാളത്തേനോടുള്ളത് കൂടി ഇന്ന് ഉണ്ടാക്കി വെക്കുക.
അത് മത്തങ്ങ ചമ്മന്തി തന്നെ ഇന്ന് അരയ്ക്കും. അയ്യോ മത്തങ്ങ ചമ്മന്തി വേണം, തേങ്ങാ ചമ്മന്തി മതി. മത്തങ്ങ ഇരിപ്പുണ്ട്, കളയാൻ പറ്റുമോ? മത്തങ്ങ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തായാലും എടുക്കാം. കപ്പ എന്നാ കപ്പ കൊത്തി വേവിക്കേ. ആണോ? കപ്പ ഇപ്പൊ തന്നെ ഇത് കറക്കാൻ തുടങ്ങി, കുറച്ച് ദിവസം ആയില്ലേ ഇത് കൈ കിട്ടിയിട്ട്. നീ വെച്ചോണ്ടിരുന്ന ഇത് കളയേണ്ടി വരും. വേഗമെന്നുള്ളതാണ്. കപ്പ ഞങ്ങളെ വേവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടാ കുത്തുന്നേ. കേൾക്കാലേ ആ ഇരിക്കാനുള്ള സാധനം മേടിച്ചാൽ നന്നായല്ലേ? അതെ അതെ, നല്ല സാധനം കേട്ടോ. അത് ഒരെണ്ണം മേടിക്കാൻ ചെന്നിട്ട് അവർ ഒരെണ്ണമായിട്ട് തരത്തില്ലായിരുന്നു, പേരെ തരുവുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ ഒരെണ്ണം മതി എന്ന് പറഞ്ഞാ, പക്ഷെ 2 നമുക്കിപ്പം ഗുണകരമായി. അതെ, അവരൊന്നായിട്ട് തരികയല്ലേ. ഞാൻ പറഞ്ഞ ഒരെണ്ണം രണ്ടായിട്ട് വരുവെങ്കിൽ ഒന്ന് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അല്ലേ വേണ്ടെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. രണ്ടുള്ളത് നന്നായി. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടി, പക്ഷേ മെയിൻ റൂട്ട് ഫില്ലായിപ്പോയി. നമുക്കിത് വേറെ റൂട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പം ഇതിപ്പോൾ നാളെ വന്ന് മെയിൻ റൂട്ടിൽ ഈ ഗ്രാസ് ലാൻഡും അങ്ങനെ കുറേ ഏരിയകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനങ്ങനെയല്ല, ഡീപ്പ് ഫോറസ്റ്റ് തന്നെയാണ്, പക്ഷേ ഗ്രാസ് ലാൻഡ് ഒന്നും വേറെ ഏത് വഴിയാന്ന് പറഞ്ഞാൽ നാളെ പോകുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പം ഇവിടെ ഒരാൾക്ക് 300 രൂപ വെച്ചാണ് വരുന്നത്. നമ്മൾ ഇവിടെ അല്ല പേയ്മെൻറ്റ് ചെയ്യുന്ന, ടിക്കറ്റ് കൗണ്ടറിലല്ല, ഇവിടെ ജീപ്പുകാരുണ്ടാവും. അപ്പം അവരുടെയിലാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. എന്നാലും ഒരാൾക്ക് 300 രൂപ വളരെ കുറവല്ലേ? നമ്മളവിടെ മധ്യപ്രദേശിൽ പോയി അത് ഭയങ്കര ചാർജായിരുന്നു. ഇപ്പോൾ ഇഞ്ച് ടൈഗർ റിസർവിൽ ഭയങ്കര 300 രൂപ കുറഞ്ഞ ചാർജ്. അപ്പോൾ 6 പേർക്ക് പോകാം ഒരു വണ്ടിയിൽ. ഒരു വണ്ടിയിൽ 6 പേരെ വിടത്തുള്ളൂ. ഇപ്പം 4 പേരായിട്ട് വന്നാലും വിടത്തില്ല. 4 പേര് വന്നാൽ പുറകെ നിൽക്കുന്നതിൽ നിന്ന് ആരെങ്കിലും നമ്മുടെ ഇവിടെ 2 പേരുടെ അടുത്ത ലൈൻ ക്യൂവിൽ നിൽക്കുന്ന ആരാണോ അവർ 2 പേര് വരുന്നുണ്ടെങ്കിൽ അവരെയും കൂട്ടി വേണം പോകാൻ. ഇല്ലെങ്കിൽ നമ്മൾ 6 പേരുടെ പൈസ കൊടുക്കണം. ഇല്ല, 6 പേർക്കുള്ളത്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിന് തൊട്ടപ്പുറത്ത് തന്നെ ജീപ്പ് ബുക്ക് ചെയ്യുന്ന കൗണ്ടറും. അപ്പോൾ അവിടെ ക്യാഷ് നടക്കൂല, ക്യാഷേ നടക്കുള്ളൂ. ഗൂഗിൾ പേ ഒന്നും നടക്കില്ല. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടിയിൽ പോയി ATM കാർഡ് എടുത്തിട്ട് നമുക്ക് അടുത്തവിടെ ATM ഉണ്ട്, അവിടെ പോയി പൈസ എടുക്കാം. ഇപ്പം പൈസ ഒക്കെ ഉണ്ടായിരുന്ന എല്ലാം തീർന്നു. ടിക്കറ്റ് എടുക്കാൻ പോയ സമയത്ത് കറി എന്നായി? കറിയൊക്കെ അടുപ്പേ കയറി വെന്തോ? എന്ത് വരുന്നു, കുറച്ചു നേരം ഇരിക്കണം. ഇപ്പം വെച്ചേ ഉള്ളൂ, സമയമെടുക്കും. നടങ്കോഴിയല്ലേ, വേഗം ചെല്ലാൻ സമയമെടുക്കും. അപ്പോൾ ടിക്കറ്റ് കിട്ടി, പൈസ അടച്ചില്ല ജീപ്പ് സഫാരിക്കുള്ള. അപ്പോൾ ഞാനും കുഞ്ഞിക്കളയും കൂടെ പോയി ATM പോയിട്ട് വരാം. ATM ഇവിടെ അടുത്തുണ്ടോ? കുറച്ച് അടുത്തുണ്ട്. ഞാൻ പറഞ്ഞോ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ കപ്പയൊക്കെ കഴുകി വാരി എടുത്തേ വെച്ചു. പച്ചക്കപ്പ നാളത്തേനോടുള്ള കപ്പ ചെയ്തു. ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്, രാവിലെ റെഡി ആക്കിക്കോണം കേട്ടോ. എത്ര മണിക്കാ സമയം? 5 മണി 5:30 ആകുമ്പോൾ ചെല്ലണം. ഇന്ന് ഇതാണോ? എന്നാ ബീൻസാണോ? ബീൻസ് നമ്മൾ മേഘാലയയിലെ കാസി ഹിൽസിൽ നിന്ന് മേടിച്ച ബീൻസാ. അങ്ങനെ ശരിയാവും. കപ്പയും ചിക്കൻ കറിയും ബീൻസ് തോരനോ? തോരനുണ്ട്, ചോറുണ്ടല്ലോ. ആ, നാളത്തേനോടുള്ള ബീൻസ് തോരനാ. ഓ, ഞങ്ങളിപ്പോ അരിഞ്ഞു തീർക്കും. തേങ്ങ അരച്ചു. രണ്ടുപേരെ ഞങ്ങളെ നല്ല സൂപ്പർ ബീൻസ്, ഒരു വളവും വിഷവും ഒന്നും അടിക്കാത്ത ബീൻസാ. മേഘാലയൻ ബീൻസാ, ഇമ്പോർട്ട് ചെയ്ത മേഘാലയൻ. ഇപ്പോഴേ ബീൻസ് അരിയുമ്പോഴത്തേനും നമുക്ക് ബീൻസ് തോരൻ വെക്കാനുള്ള തേങ്ങ ചിരണ്ടി എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇതേ തിളച്ചുകൊണ്ടിരിക്കുന്നു, വേകാറായി ഏകദേശം. കുറെ നേരം അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. വെന്തു. ഇനിയിപ്പോൾ ചെറിയ ഡെക്കറേഷനോടെ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ബീൻസ് തോരൻ വെക്കുക. അപ്പോൾ ബീൻസിനകത്തേക്ക് തേങ്ങായും ചിരണ്ടിയിട്ട്, കറിവേപ്പില അരിഞ്ഞിട്ടു, പച്ചമുളക് അരിഞ്ഞിട്ടു. ഇനിയിപ്പോൾ കുറച്ച് സവോളയും കൂടി ഇടാം. സവോള കൊത്തി അരിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് തിരുമിയെടുക്കാം. ഇങ്ങനെയാണോ തോരൻ വെക്കുന്നത്? ഇങ്ങനെയും വെക്കാം, അല്ലാതെ ഇതെല്ലാം കൂടെ അരിഞ്ഞ എണ്ണയ്ക്കകത്തോട്ടിട്ട് പിന്നെ തേങ്ങ ഇടണ്ട. ബീൻസ് അരിഞ്ഞതും സവോള എല്ലാം കൂടെ അരിഞ്ഞത് എണ്ണയ്ക്കകത്തോട്ടിട്ട് കടുകൊക്കെ മുപ്പിച്ച് എണ്ണയ്ക്കകത്തിട്ടിട്ട് ഇളക്കി മൂടി വെച്ച് വേവിച്ചിട്ട് ഇത്തിരി വാടി കഴിയുമ്പോഴത്തേനും തേങ്ങയും ഇത്തിരി ജീരകവും ചുമന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ അരച്ച് ചേർക്കാം, മഞ്ഞൾ പൊടിയൊക്കെ കൂടി. ഇതെങ്ങനെ? ഇതിപ്പം വേറൊന്നും ചെയ്യണ്ട, ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് എണ്ണയ്ക്കകത്തോട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പം ഇതിൽ മഞ്ഞപ്പൊടി ഇല്ലേ? മഞ്ഞപ്പൊടി നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട. മഞ്ഞപ്പൊടി ഇട്ടാൽ മഞ്ഞ കളറിലിരിക്കും, അല്ലെങ്കിൽ വെള്ള കളറിലിരിക്കും. അപ്പോൾ അതേ കടുകൊക്കെ ഇട്ട് ഒരു വറ്റൽമുളക് കൂടെ അരിഞ്ഞിടാം. പിന്നെ ചുവന്നുള്ളി ഇടണ്ടേ, ചുവന്നുള്ളിക്ക് വളഞ്ഞ് സവോള അരിഞ്ഞിട്ട് എളുപ്പ പരിപാടി കേട്ടോ. പിന്നെ നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസൊക്കെ ഇതേ ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെക്കാം, അടച്ചു വെച്ച് വേവിക്കാം. അതെ, അടച്ച് വെക്കാതെ വയ്ക്കാം. ചിക്കൻ കറി വാങ്ങാറായോ? കണ്ടില്ലേ? ഈ ചിക്കൻ കറിയുടെ കറിവേപ്പിലയ്ക്ക് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. അതെ അതെ, ഇത് ഞങ്ങൾ ബംഗ്ലാദേശ് ബോർഡറിൽ പോയി അവിടെ നിന്ന് കറിവേപ്പിന്ന് പറിച്ചോണ്ട് വന്ന. തീരാറായി. നമുക്ക് വാങ്ങിയേക്കാം. ബംഗാളിൽ നിന്ന് മേടിച്ച നാടൻ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. ബംഗാളിൽ നിന്ന് മേടിച്ചതോ?
വെസ്റ്റ് ബംഗാളിൽ നിന്ന്. കോഴി ബംഗാളിൽ നിന്ന്. കോഴി ബംഗാളിലെ കറി കേരള സ്റ്റൈല്. ആ. അപ്പോൾ നമ്മുടെ ബീൻസ് തോരൻ റെഡി ആയതുണ്ടോ. ചെറുതായിട്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു, അതുകൊണ്ടാണ് ചെറിയ മഞ്ഞൾ കളർ. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ ഉപ്പിടാം. കുറച്ച് കപ്പയും നാളത്തേനെ എടുത്ത് വെച്ചിട്ടുണ്ട് വെന്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതേ ഉപ്പൊക്കെ ഇട്ടു. ഇനി നമുക്കൊന്ന് നല്ലപോലെ കുടഞ്ഞു കൊടുക്കാം, ഉപ്പ് എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി മിക്സിക്കകത്ത് അരയ്ക്കുന്നൊന്നുമില്ല, നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയും ഇട്ട് കൊടുത്ത് അതിനകത്തോട്ട് പച്ചമുളകും മഞ്ഞൾ പൊടിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകല്ല ഞാൻ ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ അതേ അരപ്പും തേങ്ങയും ഒക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം നല്ലപോലെ. കപ്പ റെഡി. അപ്പോൾ ചോറ്, ബീൻസ് തോരൻ, നാടൻ ചിക്കൻ കറി, നാടൻ പച്ചക്കപ്പ. ചിക്കൻ കറി കൊള്ളാം കേട്ടോ, നല്ല ചിക്കൻ കറിയാ. അതെ, ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാത്തോണ്ട് നല്ല വിശപ്പുണ്ട്. ടേസ്റ്റ് കൂടുതലാണ്. അതെ, ബീൻസ് തോരൻ നല്ലല്ലേ അച്ഛമ്മ? അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് എല്ലാം പെട്ടെന്നായിരുന്നു, പെട്ടെന്ന് ചോറും കറിയൊക്കെ വെച്ച് എല്ലാവരും കഴിച്ചു. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ഒരു 4 മണിക്കെങ്കിലും വെക്കണം. നമുക്ക് 5:15 ആകുമ്പോൾ നമ്മൾ ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ ചെല്ലണം. രാവിലെ നമുക്ക് നാളെ സഫാരിക്ക് പോകണം. അപ്പോൾ നമ്മുടെ സിക്കിം മേഘാലയ യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.